Okay, good afternoon all. Good afternoon, ma'am. ഓക്കെ, നമ്മള് PSC-യില് കഴിഞ്ഞൊരു ക്ലാസ്സില് ഇൻസിഡന്റ് ആയിട്ട് എടുക്കുന്ന ഒരു ക്ലാസ് ആണ് കേട്ടോ. അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പ്രിന്റഡ് ആയിട്ടുള്ള നോട്ട്സ് ഒന്നും തയ്യാറാക്കാൻ പറ്റിയിട്ടില്ല. പെട്ടെന്ന് ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇന്നിപ്പോ സോഷ്യലാണ് എടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ കഴിഞ്ഞ എന്റെ ഒരു ക്ലാസ്സിൽ കയറിയിട്ടുള്ളവരാണെങ്കിൽ അറിയാൻ പറ്റും, നമ്മള് ഈ നവോത്ഥാനത്തിലെ കുറച്ച് പ്രധാനമായിട്ടുള്ള ഒരു 4 വ്യക്തികളെ പറ്റിയാണ് പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ. ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായവരൊക്കെ തന്നെയാണോ? ആരെങ്കിലും ഉണ്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ അതിന്റെ ഒരു വ്യക്തിയുടെ കൂടി ലാസ്റ്റ് വൺ ആയിട്ട് പറയുന്നതാണ് കേട്ടോ, കുമാരനാശൻ. നോർമലി ഈ കഴിഞ്ഞ എന്റെ ക്ലാസ്സിൽ ഇതുവരെ കേറാത്തവരാണെങ്കിൽ ഓക്കെ, നവോത്ഥാനത്തിൽ വരുന്ന വ്യക്തികളെ പറ്റി കഴിഞ്ഞൊരു 4 വ്യക്തികളെ പറ്റി കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഞാൻ കൊടുത്തായിരുന്നു. അതിന്റെ ലാസ്റ്റ് ഒരു വ്യക്തിയെ പറ്റി പറയുന്നതാണ് കേട്ടോ അത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ആരൊക്കെയായിരുന്നു? പൊയ്കയിൽ യോഹന്നാൻ, ചട്ടമ്പി സ്വാമികൾ, മന്നത്ത് പത്മനാഭൻ, അയ്യങ്കാളി, ഈ 4 വ്യക്തികളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലെ. അപ്പൊ നെക്സ്റ്റ് വൺ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് ഈ പ്രിന്റഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കണം. പെട്ടെന്ന് ഒരു ക്ലാസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്തത്. ഓക്കെ, കുമാരനാശാൻ. കുമാരനാശാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് കേട്ടോ. അദ്ദേഹം എന്താ പറയാ, ഒരു നവോത്ഥാനത്തിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. ഓക്കെ, കുമാരനാശൻ ജനിച്ചത് 1873 അദ്ദേഹം ജനിച്ചത്. ശരിയായ പേര് കുമാരു എന്നായിരുന്നു ശരിയായ പേര്. എളുപ്പമാണല്ലോ, കുമാരനാശൻ, കുമാരു. ജന്മസ്ഥലം കായിക്കര, തിരുവനന്തപുരം ജില്ലയിലെ കായിക്കരയിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തോന്നയ്ക്കൽ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, എപ്പോഴും ചോദിക്കാറുണ്ട്. തോന്നയ്ക്കൽ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഏത് വ്യക്തിയുടെ സ്മാരകമാണ്, അല്ലെങ്കിൽ കുമാരനാശന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തോന്നയ്ക്കൽ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, മിക്ക PSC എക്സാമുകൾക്കും ചോദിച്ചിട്ടുണ്ട് ഈ തോന്നയ്ക്കൽ എന്നുള്ളത് കേട്ടോ. അദ്ദേഹത്തിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് കുമാരകോടി, ആലപ്പുഴ ജില്ലയിലെ കുമാരകോടിയിലാണ് ശവകുടീരം. ജനിച്ചത് തിരുവനന്തപുരത്താണ്. ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ. സ്മാരകം തോന്നയ്ക്കൽ. ഓക്കെ, ഇനി അദ്ദേഹത്തിന്റെ വീട്ടുപേര് തൊമ്മൻ വിളാങ്കം എന്നായിരുന്നു വീട്ടുപേര് കേട്ടോ. ഇനി മാതാപിതാക്കൾ നാരായണൻ, കാളിയമ്മ. അച്ഛന്റെ പേര് നാരായണൻ, അമ്മ കാളിയമ്മ. ഭാര്യയുടെ പേര് ഭാനുമതി എന്നായിരുന്നു. ഇത്രയുമാണ് അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽ എന്ന് പറയുന്നത്. ഇതില് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഓർക്കുക, തോന്നയ്ക്കൽ സ്മാരകം, തോന്നയ്ക്കല് ശവകുടീരം, കുമാരകോടി. അത് രണ്ടും ഇമ്പോർട്ടന്റ് ആയിട്ടൊന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ഇനി വിശേഷണങ്ങൾ. അദ്ദേഹം എന്തൊക്കെ പേരുകളിലാണ് അറിയപ്പെട്ടിരുന്നത്? ഇമ്പോർട്ടന്റ് ആണ്, എല്ലാ വിശേഷണങ്ങളും ബൈ ഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. കേരള നവോത്ഥാന കവി എന്ന് അറിയപ്പെടുന്നതാണ് കുമാരനാശാൻ. കേരള നവോത്ഥാന കവി. ഈ നവോത്ഥാന നായകന്മാരിലുള്ള ഒരേ ഒരു കവിയാണ് കുമാരനാശാൻ. അതുകൊണ്ട് തന്നെ കേരള നവോത്ഥാന കവി എന്ന് അറിയപ്പെടുന്നത് കുമാരനാശാൻ. കേരള നവോത്ഥാന കവി എന്ന് അദ്ദേഹത്തെ വിളിച്ച വ്യക്തിയാണ് തായാട്ട് ശങ്കരൻ. തായാട്ട് ശങ്കരൻ എന്നുള്ള ഒരു വ്യക്തിയാണ് കേരള നവോത്ഥാന കവി എന്ന് കുമാരനാശാനെ വിളിച്ചത്. ഓക്കെ ആണല്ലോ. ദിവ്യകോകിലം എന്നറിയപ്പെടുന്നു. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ദിവ്യകോകിലം എന്നൊക്കെ നമ്മൾ കുമാരനാശാനെ പറയാറുണ്ട് അല്ലെ. ഈ ദിവ്യകോകിലം എന്ന് കുമാരനാശാനെ വിളിച്ചത് M. ലീലാവതി. ലീലാവതി ആരാണ്? ഒരു പ്രശസ്ത എഴുത്തുകാരിയാണ് അല്ലെ. ദിവ്യകോകിലം എന്ന് വിളിച്ചത് ലീലാവതി. ഓക്കെ, ഇനി വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം എന്നും അദ്ദേഹം അറിയപ്പെടുന്നു. ജോസഫ് മുണ്ടശ്ശേരിയാണ് വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം എന്ന് അദ്ദേഹത്തെ വിളിച്ചത്. ഇനി ചിന്നസ്വാമി. ചിന്നസ്വാമി എന്ന് അദ്ദേഹത്തെ വിളിച്ചത് ആരാണ്? ഡോക്ടർ പൽപ്പു. തങ്കക്കുടം കുമാരൻ എന്ന് വിളിച്ചത് ചട്ടമ്പി സ്വാമി. ഇനി ഡോക്ടർ പൽപ്പു എന്നാണ് പത്മനാഭൻ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് കേട്ടോ. ഓക്കെ, അപ്പൊ വിശേഷണങ്ങൾ എന്തൊക്കെയായിരുന്നു ഒന്നുകൂടി നോക്കാം. കേരള നവോത്ഥാന കവി, ദിവ്യകോകില, വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം, ചിന്നസ്വാമി, തങ്കക്കുടം കുമാരൻ അല്ലെ. ദിവ്യകോകിലം ഇമ്പോർട്ടന്റ് ആണ്, വിളിച്ചത് ആരാണ്? ലീലാവതി. വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം എന്ന് വിളിച്ചത് ജോസഫ് മുണ്ടശ്ശേരി. ഇനി നവോത്ഥാന കവി, കേരള നവോത്ഥാന കവി എന്ന് വിളിച്ചത് തായാട്ട് ശങ്കരൻ.
ചിന്നസ്വാമി, ഡോക്ടർ പൽപു, തങ്കക്കുടകുമാരൻ, ചട്ടമ്പി സ്വാമി. ഓക്കെയാണല്ലോ. ഇത്രയുമാണ് വിശേഷണങ്ങൾ. കൂടാതെ കേരള കിറ്റസ് അല്ലെങ്കിൽ സ്നേഹ ഗായകൻ എന്നും കൂടി കുമാരനാശാൻ അറിയപ്പെടുന്നു കേട്ടോ. അപ്പോ ദിവ്യ കോകിലം എന്ന് പറയുമ്പോൾ തന്നെ സ്നേഹഗായകൻ ഓർക്കാം, കണക്റ്റഡ് ചെയ്യാട്ടോ. ദിവ്യ കോകിലം, സ്നേഹഗായകൻ, കേരള നവോത്ഥാന കവി, കേരള കിറ്റസ്. ഓക്കെ ആണല്ലോ. ഇത്രയുമാണ് അദ്ദേഹത്തിന്റെ വിശേഷണങ്ങൾ എന്ന് പറയുക. ഇനി കൂടുതൽ പറയാനുണ്ട് അദ്ദേഹത്തെ പറ്റി. ആശയ ഗംഭീരൻ, ആധുനിക കവിത്രയൻ, കളപുങ്കജൻ, പൽപുവിന്റെ മാനസപുത്രൻ, മഹാകാവ്യം എടുത്ത മഹാകവി, SNDP-യുടെ ആദ്യ ജനറൽ സെക്രട്ടറി. പിന്നെ SNDP-യുടെ ഫസ്റ്റത്തെ ഒരു സെക്രട്ടറിയാണ് കുമാരനാശാൻ. ആ SNDP-യുടെ മുഖ്യപത്രം എന്ന് പറയുന്നത് വിവേകോദയമാണ്. SNDP-യുടെ പത്രം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ SNDP-യുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഇങ്ങനെ ഒരു സൈഡ് വരച്ചു വെച്ചിട്ടില്ലേ, അത് SNDP-യുടെ മുഖ്യപത്രം വിവേകോദയം. നേതൃത്വം നൽകിയത് കുമാരനാശാനാണ്. അതിന്റെ ഇപ്പോഴത്തെ നെയിം എന്ന് പറഞ്ഞാൽ യോഗനാഥം. പണ്ടത് വിവേകോദയം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ അത് യോഗനാഥം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഈ യോഗനാഥത്തിന്റെ ഫസ്റ്റ് എഡിറ്റർ എന്ന് പറയുന്നത് M. ഗോവിന്ദനായിരുന്നു ആദ്യത്തെ എഡിറ്റർ. പ്രസിഡന്റ് ആരായിരുന്നു? ശ്രീനാരായണ ഗുരു. വൈസ് പ്രസിഡന്റ് പൽപു, ഡോക്ടർ പൽപു. SNDP എന്നാണ് സ്ഥാപിതമായത്? 1903 മെയ് 15. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇയർ ആണ് കേട്ടോ, പരീക്ഷയ്ക്ക് ചോദിച്ചു കാണാറുണ്ട്. SNDP 1903 മെയ് 15. 1903 മെയ് 15. ഇനി ആസ്ഥാനം കൊല്ലം. SNDP-യുടെ ആസ്ഥാനം കൊല്ലം. ഇനി SNDP-യുടെ ആദ്യ പേര്, SNDP ഇപ്പോഴാണ് SNDP എന്നുള്ള ഒരു പേര് വന്നത് അല്ലെ. ഇനി ഫസ്റ്റ് പേര് വാവൂട്ടി യോഗം എന്നാണ് അറിയപ്പെട്ടിരുന്നത് കേട്ടാ, വാവൂട്ടി യോഗം. അപ്പൊ വാവൂട്ടി യോഗം എന്നറിയപ്പെട്ടിരുന്ന ഏതാ ഒരു സംഘടന ഏതാണെന്ന് ചോദിക്കാം. അതേതാണ്? SNDP, വാവൂട്ടി യോഗം. അരുവിപ്പുറം ക്ഷേത്രയോഗം അല്ലെങ്കിൽ വാവൂട്ടി യോഗം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഇനി SNDP-യുടെ ബ്രെയിൻ അല്ലെങ്കിൽ SNDP-യുടെ തലച്ചോറ് എന്നറിയപ്പെടുന്നതാണ് ഡോക്ടർ പൽപു. ജനറൽ സെക്രട്ടറി ആണ് കുമാരനാശാൻ. SNDP-യുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഡോക്ടർ പൽപു, ജനറൽ സെക്രട്ടറി ആണ് കുമാരനാശാൻ. ഇനി 1921 എറണാകുളം ജില്ലയിലെ ചെങ്ങമ്പനാട് യൂണിയനിൽ ടൈൽസ് ഫാക്ടറി കുമാരനാശാൻ സ്ഥാപിച്ചു. അദ്ദേഹം സ്ഥാപിച്ച ഒരു ടൈൽസ് ഫാക്ടറിയെ പറ്റിയാണ് പറയുന്നത്. ഇനി 1922 മഹാകവി ബിരുദം നേടിയത് മദ്രാസ് സർവകലാശാലയിൽ നിന്നാണ്. ഓക്കെയാണല്ലോ. ഇനി 1922 ആശാന് പട്ടും വളയും നൽകിയത് വെയിൽസ് രാജകുമാരനാണ്. ഓർത്തുവെക്ക, വെയിൽസ് രാജകുമാരൻ. നെക്സ്റ്റ് 1924 ജനുവരി 16 പല്ലതയാറ്റിൽ ആലപ്പുഴ ജില്ലയിലാണ് റെഡീമർ ബോട്ട് അപകടത്തിലാണ് അദ്ദേഹം മരിച്ചത് കേട്ടോ. റെഡീമർ ബോട്ട് അപകടം ഓർത്തു വെക്കുക. ഞാൻ ഈ റെഡിങ്ങിൽ അണ്ടർലൈൻ ചെയ്തേക്കുന്നതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി കുമാരനാശാനും അല്ലെങ്കിൽ പല വ്യക്തികളും നമ്മൾ മീറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. നോക്ക, 1891 കുമാരനാശാനും ശ്രീനാരായണ ഗുരുവും എവിടെ വെച്ച് മീറ്റ് ചെയ്തു? കായിക്കരയിൽ വെച്ച്. ഇനി 1922 ശ്രീനാരായണ ഗുരു ടാഗോറും തമ്മിൽ മീറ്റ് ചെയ്തു ശിവഗിരി കൂടിക്കാഴ്ചയിൽ കേട്ടോ. ഇനി ഈ ദിവ്യ കോകിലം എന്നുള്ള ഒരു കൃതി അല്ലെങ്കിൽ ദിവ്യ കോകിലം ടാഗോറിന് സമർപ്പിച്ചു അല്ലെ. പിന്നെ എന്താണ് കവിത പാടിയത്? ദിവ്യ കോകിലം എന്നുള്ള ഒരു കവിത സമർപ്പിച്ചത് ടാഗോറിന്. അത് പാടിയത് P. കേശവനാണ്. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആശാൻ അല്ലെങ്കിൽ കുമാരനാശാൻ തപാൽ സ്റ്റാമ്പില് വന്നത് എന്താണ്? 1973 കുമാരനാശാൻ തപാൽ സ്റ്റാമ്പില് വന്നത്. 1973. ഓക്കെ ആണല്ലോ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ചട്ടമ്പി സ്വാമി എന്തായിരുന്നു തപാൽ സ്റ്റാമ്പിൽ വന്നത്? ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാമോ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ചട്ടമ്പി സ്വാമി. ചട്ടമ്പി സ്വാമി തപാൽ സ്റ്റാമ്പില്
1914 കേട്ടോ വന്നത്. അപ്പൊ ഇത് 1973 കുമാരനാശൻ സ്റ്റാമ്പിൽ വന്നത്. ഓക്കെ, ഇനി കുമാരനാശന്റെ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാസ്റ്റർ പീസ് ആയിട്ടുള്ള കൃതി അല്ലെങ്കിൽ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം എന്നറിയപ്പെടുന്നതാണ് വീണപൂവ്. അറിയാലോ, ഇമ്പോർട്ടന്റ് ആണല്ലോ അല്ലെ. ഇനി രചിച്ച സ്ഥലം ജൈനമേടം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വെച്ചാണ് ഇത് രചിച്ചത്. അതേപോട്ടോ. അപ്പൊ കുമാരനാശാന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ലക്ഷണമൊത്ത അല്ലെങ്കിൽ മാസ്റ്റർ പീസ് എന്ന് തന്നെ പറയാവുന്നൊരു എന്താ പറയാ ഒരു ഖണ്ഡകാവ്യമാണ് വീണപൂവ്. ഓക്കെ, ഇനി ഈ വീണപൂവ് എന്നുള്ളൊരു ഒരു ഖണ്ഡകാവ്യം ഫസ്റ്റ് വന്ന മാസിക മിതവാദി എന്നൊരു മാസികയിലാണ് ആദ്യം ഇത് വന്നത് കേട്ടോ. വീണപൂവ് ഇമ്പോർട്ടന്റ് ആണ്. മിതവാദി, വീണപൂവ് ആദ്യം വന്നത് മിതവാദിയിലാണ്. ഓക്കെ, ഇനി സെക്കൻഡ് മാസിക ഭാഷാഭൂഷണിയിലാണ് പിന്നീട് രണ്ടാമത് വന്നത് കേട്ടോ. ഫസ്റ്റ് വന്നത് മിതവാദി. കുമാരനാശാന്റെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള ഒരു ഖണ്ഡകാവ്യം എന്ന് പറയുന്നത് വീണപൂവാണ്. രചിച്ചത് ജൈനമേട്. പിന്നെ ഫസ്റ്റ് വന്ന മാസിക മിതവാദി, സെക്കൻഡ് വന്ന മാസികയാണ് ഭാഷാഭൂഷണി. ഭാഷാഭൂഷണി ആരാണ് രചിച്ചത്? കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ് കേട്ടോ ആ ഒരു മാസികയുടെ എഡിറ്റർ എന്ന് പറയുക. ഇനി പ്രധാനപ്പെട്ട കുമാരനാശാന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൃതികളാണ് നോക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് കൃതി എന്ന് പറയുന്നത് സുബ്രഹ്മണ്യ ശതകം. സുബ്രഹ്മണ്യ ശതകം ആരുടെ കൃതിയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വരാം അല്ലെ. കുമാരനാശാന്റെ ഫസ്റ്റത്തെ കൃതിയാണ് സുബ്രഹ്മണ്യ ശതകം. ഓക്കെ, ഇനി അദ്ദേഹത്തിന്റെ ലാസ്റ്റ് കൃതി ഏറ്റവും അവസാനം അദ്ദേഹം രചിച്ച കൃതി കരുണയാണ് ഏറ്റവും ലാസ്റ്റ് രചിച്ചത്. ഇനി അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കാവ്യം എന്നുള്ളത് ഏതാണ്? ശ്രീ ബുദ്ധ ചരിതം. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കാവ്യമാണ് ശ്രീ ബുദ്ധ ചരിതം. ഇനി നെക്സ്റ്റ് ഏറ്റവും ചെറിയ കാവ്യം സിംഹപ്രസവം. അതാണ് ചെറിയ കാവ്യം കേട്ടോ. ഇനി മാതാവിന് സമർപ്പിച്ച കൃതി, അദ്ദേഹത്തിന്റെ മാതാവിന് വേണ്ടി അദ്ദേഹം സമർപ്പിച്ച ഒരു കൃതിയാണ് ഒരു അനുതാപം. ഇനി ടാഗോറിന് വേണ്ടി സമർപ്പിച്ചത് ദിവ്യ കോകിലം. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ദിവ്യ കോകിലം. ഫസ്റ്റ് കൃതി സുബ്രഹ്മണ്യ ശതകം. കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാർക്ക് ചെയ്യണം കേട്ടോ. ഇനി ആർ രാജവർമ്മയ്ക്ക് സമർപ്പിച്ചത് പ്രരോചനം തുടങ്ങൊരു കൃതി. ഇനി ഗുരുവിന്റെ ആദ്യ ശിഷ്യരായ ശിവലിംഗ സ്വാമിക്ക് സമർപ്പിച്ച കൃതി പറന്നുപോയ ഹംസം. മാറിപ്പോവരുത് കേട്ടോ, ബൈഹാർട്ട് ഇത് പഠിക്കണം. ഇത് ചിലപ്പോ ഏത് കൃതികളൊക്കെയാണ് ചോദിക്കണമെന്ന് പറയാൻ പറ്റില്ല. കാരണം കുമാരനാശാൻ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കവിയുമാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ നവോത്ഥാനത്തിലൊരു പ്രധാന ഒരു കവിയാണല്ലോ. അപ്പൊ അദ്ദേഹത്തെ പറ്റി ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ജസ്റ്റ് അദ്ദേഹത്തിന്റെ ഓട്ട് തന്നിരിക്കുന്നത് കേട്ടോ. ഇനി SNDPയെയും ഗുരുവിനെയും കേന്ദ്രമാക്കി രചിച്ചൊരു ഒരു കൃതിയാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്ന് പറയുന്നത് കേട്ടോ. SNDPയെയും ഗുരുവിനെയും. SNDPയിലുള്ളതാണല്ലോ ശ്രീനാരായണ ഗുരു. അപ്പോ രണ്ടുപേരെയും കേന്ദ്രമാക്കിയിട്ട് രചിച്ചതാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്നൊരു കാവ്യം. ഓക്കെ, ഇനി മാപ്പിള ലഹളയെ അടിസ്ഥാനമാക്കി രചിച്ച ഒരു കൃതിയാണ് ദുരവസ്ഥ. കുമാരനാശാന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൃതിയാണ് ദുരവസ്ഥ. കേട്ടോ, മാപ്പിള ലഹളയാണ് ദുരവസ്ഥ. ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക് കേട്ടോ. മാപ്പിള ലഹള, ദുരവസ്ഥ. ഓക്കെ, ഇനി അദ്ദേഹം സൗഹൃദമില്ലായ്മ, നിഷ്പക്ഷതയോടെയൊക്കെ അതൊക്കെ ഒരു കൃതികളാണ് അദ്ദേഹത്തിന്റെ. ഇമ്പോർട്ടന്റ് ഇല്ല, ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ. ദുരവസ്ഥ ഇമ്പോർട്ടന്റ് ആണ്. നീതിന്യായത്തെ പരിഹസിച്ചുകൊണ്ട് രചിച്ചതാണ് ദുഷിതമായ ന്യായാസനം എന്നുള്ളൊരു കൃതി. ഇതൊക്കെ അദ്ദേഹം ഒത്തിരി കൃതികൾ രചിച്ചിട്ടുണ്ട്. അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. ഇതൊക്കെ ഒന്ന് നോക്കുക, എങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കൂടുതൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അദ്ദേഹം രചിച്ച പ്രധാനപ്പെട്ട 3 നാടകങ്ങളാണ് കേട്ടോ. ഉഷാ കല്യാണം, വിചിത്ര വിജയം, മൃത്യുഞ്ജയം. ഇമ്പോർട്ടന്റ് ആണ് പ്രധാന നാടകങ്ങൾ. ഉഷാ കല്യാണം, വിചിത്ര വിജയം, മൃത്യുഞ്ജയം. ഓക്കെയാണല്ലോ. ഇനി അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കവിതകളാണ് നളിനി, ലീല, ചണ്ടാല ഭിക്ഷുകി, വനമാല, മണിമാല, പുഷ്പവാടി, സ്വാതന്ത്ര്യഗീതം. ഓക്കെ, ഇത്രയുമാണ് അദ്ദേഹത്തിന്റെ മറ്റു കവിതകളിൽ പറയുന്നത്.
ഇനി മലയാളി അല്ലെങ്കിൽ മലയാള മേഖലയിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്, ഇതൊരു എന്താ പറയാ ഒരു ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടാ. നോക്കാം. സാബ്രി എന്ന് പറഞ്ഞ വ്യക്തി കഥകളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കേട്ടോ. ഇതുപോലെ ദേവകി നിലയങ്കോട് സാഹിത്യം അല്ലെ. ഇത് ജസ്റ്റ് കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. അതൊന്ന് വിട്ടേക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഒപ്പം തരാം കേട്ടോ, ഇതിന്റെ ഒപ്പം തന്നെ. ഇനി അപ്പൊ നമ്മൾ കേരള നവോത്ഥാനത്തിലെ വ്യക്തികളാണ് നമ്മൾ പഠിച്ചത്. ഇപ്പൊ ഈ 5 പേരുടെ ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടിക്കാണുമല്ലോ. ഇനി നമ്മൾ നോക്കുന്നത് കേരള നവോത്ഥാനത്തിൽ തന്നെ കൃതികളാണ് നോക്കുന്നത് കേട്ടോ. ഈ നവോത്ഥാനത്തിൽ തന്നെ കൃതികൾ എഴുതിയിട്ടുണ്ട് ഒത്തിരി പേര്. ഈ നവോത്ഥാന നായകന്മാര്, ഈ ചട്ടമ്പിസ്വാമികളും അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവൊക്കെ അവരെഴുതിയ കൃതികളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. കേരള നവോത്ഥാനത്തിലെ കൃതികൾ കുറച്ച് കോടക്കിട്ടുള്ള സംഭവം തന്നെയാണ് കേട്ടോ. നോട്ട് എളുപ്പമാണ്, നോക്കാം. ഇനി കന്നുള്ള ഒരു ഇതില് അവസാനിക്കുന്ന കുറച്ച് കൃതികൾ നമുക്ക് ആദ്യം നോക്കാം കേട്ടാ. പഠിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്, പഠിക്കേണ്ടത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കന്നുള്ളതില് കർമ്മ ഉദ്ദേശിക്കുന്നത് നോക്കി. കർമ്മവിഭാഗം, സമാധി സപ്തകം, കൈരളി കൗതുകം, കാവ്യപേടകം, സുബ്രഹ്മണ്യ ശതകം, ശങ്കര ശതകം. എല്ലാത്തിനും ലാസ്റ്റ് എന്താണ്? കണ്ട കർമ്മവിഭാഗം, സമാധി സപ്തകം, കൈരളി കൗതുകം, കാവ്യപേടകം, സുബ്രഹ്മണ്യ ശതകം, ശങ്കര ശതകം. എല്ലാം തമ്മിൽ അവസാനിക്കണല്ലേ. നോക്കാട്ടോ. കർമ്മവിഭാഗം, കർമ്മവിഭാഗം ആരാണ്? VT ഭട്ടതിരിപ്പാട്. ആത്മകഥാംശം കേട്ടോ അത്. കർമ്മവിഭാഗം VT ഭട്ടതിരിപ്പാട്. സമാധി സപ്തകം, കൈരളി കൗതുകം, കാവ്യപേടകം. ഇത് മൂന്നും രചിച്ചത് KP കറുപ്പൻ. വെച്ച് കണ്ടതൊക്കെ നോക്കിയേ. കൈരളി, കാവ്യം, ഇതാണ് സമാധി സപ്തകം കൊണ്ട് ഉൾപ്പെടുത്തി. ഓക്കെ, അതാരാണ്? KP കറുപ്പൻ. വെച്ച് നോക്കാട്ടെ. കൈരളി, കാവ്യമൊക്കെ വന്നാല് കറുപ്പൻ. ഓക്കെ ആണല്ലോ. കർമ്മവിഭാഗം VT ഭട്ടതിരിപ്പാട്. നെക്സ്റ്റ് നോക്കാം. സുബ്രഹ്മണ്യ ശതകം, ശങ്കര ശതകം അല്ലെ. ഈ ശതകം വരുന്നത് എല്ലാം ആരാണ്? കുമാരനാശാൻ. ശതകം കുമാരനാശാൻ. പുറത്തു വെക്കാം, കോഡാണ് കേട്ടോ. കർമ്മവിഭാഗം VT ഭട്ടതിരിപ്പാട്. സമാധി സപ്തകം കൈരളി, കാവ്യ. ചേർന്നക്കാരാണ്? KP കറുപ്പൻ. സുബ്രഹ്മണ്യ ശതകം, ശങ്കര ശതകം. ശതകക്കാരാണ്? കുമാരനാശാനാണ്. ഇവിടെ അതിന്റെ പദ്ധതി ഒരു ക്വസ്റ്റ്യൻ കൂടെ എഴുതിയിട്ടുണ്ട് കേട്ടാ. ഈഴവരുടെ, അതായത് SNDP ഇതിലെ ഈഴവരുടെ കേരളത്തിലെ ആദ്യ പത്രം എന്നറിയപ്പെടുന്നത് സുജനന്ദിനി. ഫസ്റ്റ് പത്രം കേട്ടാ. ഈഴവരുടെ കേരളത്തിലെ ഫസ്റ്റത്തെ പത്രം ഏതാണ്? സുജനന്ദിനി. 1891 അത് പുറത്തിറങ്ങിയത്. സുജനന്ദിനി. ഇനി ഇത്രയും ക്ലിയർ ആണല്ലോ. വിഭാഗം വെച്ച് വരുന്നത് നമ്മളെല്ലാം പറഞ്ഞു. കർമ്മ വിഭാഗം ഭട്ടതിരിപ്പാട്, കൈരളി, കാവ്യ, സമാധി സപ്തകം കറുപ്പൻ, ശതകം വരുന്നതെല്ലാം കുമാരനാശാൻ. ഇനി ക്ലിയർ ആണല്ലോ. ഇനിയും വെച്ച് വരുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. കൃതികളൊക്കെ കമ്പിലാണ് അവസാനിക്കുന്നത്. ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളാണ് പറയുന്നത് കേട്ടോ. അദ്ദേഹം ഒത്തിരി കൃതികൾ രചിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൃതികൾ എത്ര കൃതികളുണ്ട്? ഒരു 10-20 കൃതികളുണ്ട് അദ്ദേഹത്തിന്റെ. അപ്പൊ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഞാൻ പറയാം. അപ്പൊ നിങ്ങളൊന്ന് ടിക്ക് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നോട്ട് ചെയ്യുക കേട്ടോ. ശിവാഷ്ടകം, ഭദ്രകാളി അഷ്ടകം, വിനയാഷ്ടകം, സുബ്രഹ്മണ്യ അഷ്ടകം, ഗൃഹ അഷ്ടകം, ശിതാംബര അഷ്ടകം, ജീവകാരുണ്യ പഞ്ചകം, പുനിച്ചര്യ പഞ്ചകം, ബ്രഹ്മവിദ്യ പഞ്ചകം, നിർവൃതി പഞ്ചകം. പഞ്ചകം എല്ലാം വരുന്നത് ആരുടെയാണ്? ശ്രീനാരായണ ഗുരു. ശതകം വരുന്നത് ആരുടെയായിരുന്നു? കുമാരനാശാൻ. പഞ്ചകം വരുന്നത് ശ്രീനാരായണ ഗുരു. ഇനി ആത്മോപദേശ ശതകം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 1897 ആത്മോപദേശ ശതകം. 1897. ഇനി ആത്മോപദേശത്തിലെ ഒരു ശതകത്തിലെ ഒരു 2 ലൈൻസ് ആണ്. ഒന്ന് ശ്രദ്ധിച്ചോ, ഒന്ന് ഓർത്തിരിക്കാം. അവൻ അറിയാതെ ഒരു ഓർത്താൽ അവനിലായ്മയൊരു ആത്മരൂപം. അവൻ തുടങ്ങുന്നത് ആരുടെയാണ്? ആത്മോപദേശം കേട്ടോ. അവൻ എന്ന് വെച്ചാൽ അവർക്കൊരു ഉപദേശം കൊടുക്കുക എന്നുള്ളൊരു രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ആത്മോപദേശ ശതകം എന്നാണ് 1897. ഓക്കെ ആണല്ലോ. ഇനി ശിവശതകം, അനുഗമ ദശകം, ദൈവദശകം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ.
1914 ദൈവദശകം. 14 ലക്കി നമ്പറാണ്. 1914 ദൈവദശകം. ആത്മോപദേശ ശതകം എന്തായിരുന്നു? 1897. ഓക്കെ ആണല്ലോ. ഇനി ദൈവദശകം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അതിനകത്ത് ആ ഒരു പാട്ട് ഏതൊക്കെയായിരുന്നു? ആഴവേറും നിമ്മഹസ ആഴയിൽ ഞങ്ങളാകവേ എന്നൊക്കെ പറഞ്ഞ ആ ഒരു പാട്ടൊക്കെ ദൈവദശകത്തിൽ വരുന്നത്. ഓക്കെ. ഇനി അദ്ദേഹത്തിന്റെ അടുത്ത കൃതികള് കാളി നാടകം, ചിറ്റള ചിന്തകം, ബാഹുലേയ അഷ്ടകം, ശാരദ അഷ്ടകം, വിഷ്ണു അഷ്ടകം, വാസുദേവ അഷ്ടകം, വൈരാഗ്യ ദശകം, ഷാൺമുഖ ദശകം. അഷ്ടകങ്ങളെല്ലാം ആരുടെയാണ്? ഗുരുവിന്റെ. പഞ്ചകവും അഷ്ടകവും ആരുടെയാണ്? ഇപ്പോ ഗുരുവിന്റെ. ശതകം കുമാരനാശൻ. അങ്ങനെ നിങ്ങൾ തന്നെ കോട കിട്ടുന്നത് പഠിക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നും. പഞ്ചകം എല്ലാം വരുന്നത് ആരാണ്? ശ്രീനാരായണ ഗുരു. അതുപോലെ തന്നെ അഷ്ടകം, പഞ്ചകവും അഷ്ടകവും ആരാണ്? ശ്രീനാരായണ ഗുരു. ശതകങ്ങൾ വരുന്നതാ കുമാരനാശാൻ. ഓക്കെയാണല്ലോ. അപ്പൊ ഒത്തിരി കൃതികളുണ്ട്. നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കൃതികളെങ്കിലും പഠിച്ചു വെക്കണം കേട്ടോ. ഇനി ശ്രീനാരായണ ഗുരുവിനെ പറ്റി അങ്ങോട്ട് കൂടുതലായിട്ട് ഇതിനകത്ത് പറയുന്നത് അദ്ദേഹം ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നവോത്ഥാന നായകനാണല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ കൃതികളും അദ്ദേഹത്തെ പറ്റിയൊക്കെ ഇതിനകത്ത് ഓൾറെഡി ഉണ്ട്. ഇനി ഗുരുവിന്റെ 4 ജാതികളെ പറ്റിയാണ്. ഗുരുവിന്റെ 4 ജാതി. ഗുരു പറയുന്ന 4 ജാതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ജാതി നിർണയം, ജാതി മീമാംസ, ജാതി ലക്ഷണം, ജാതി ദർശനം. അങ്ങനെ 4 തരത്തിലുള്ള ജാതിയെ പറ്റിയാണ് അദ്ദേഹം പറയുക. ജാതി നിർണയം, ജാതി മീമാംസ, ജാതി ലക്ഷണം, ജാതി ദർശനം. ജാതി നിർണയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ജാതി ഭേദം എന്താണ്? മനുഷ്യരിശം ഏതുമില്ലാതെ സർവരും, അതായത് ജാതി ഭേദം മതവും ഒന്നുമില്ല, എല്ലാവരും ഒന്നാണ് എന്നാണ് ജാതി നിർണയത്തിൽ പറയുന്നത്. അരുവിപ്പുറം ക്ഷേത്രത്തില് ആ ഒരു ഭിത്തിയില് ഈ ഒരു വരികള് അദ്ദേഹം ഒരു കൊത്തുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അരുവിപ്പുറം ക്ഷേത്രം. ജാതി നിർണയം. ഓക്കെ. ജാതി മീമാംസയിലാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് പറയുന്നത്. ഈ ജാതി ലക്ഷണം, ജാതി ദർശനം. ഇത്രയാണ് ഗുരുവിന്റെ 4 ജാതികൾ എന്ന് അറിയപ്പെടുന്നത്. ഇനി ശ്രീനാരായണ ഗുരു രചിച്ച പ്രധാനപ്പെട്ട 2 പാട്ടുകൾ ഉണ്ട് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റത്തെ എന്ന് പറയുന്നത് ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട്. ശ്രീനാരായണ ഗുരുവിന്റെ ഫസ്റ്റ് കൃതിയാണ് ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഈ ക്വസ്റ്റ്യൻ. ചട്ടമ്പി സ്വാമിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട് രചിച്ചത്. ചട്ടമ്പി സ്വാമിക്ക് വേണ്ടിയിട്ടാണ് ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട് അദ്ദേഹം രചിച്ചത്. കുണ്ടലിനിപ്പാട്ട് അതും അദ്ദേഹം രചിച്ച ഒരു പാട്ടാണ്, കൃതിയാണ്. ഇനി 2 മഞ്ജരികൾ അദ്ദേഹം രചിച്ചായിരുന്നു. ഈ പാട്ടിന് പുറമെ 2 മഞ്ജരികൾ. നവമഞ്ജരി, ജനനി നവ രത്നമഞ്ജരി. മഞ്ജരി തന്നെ ഓർക്കാം. നവമഞ്ജരി, ജനനി നവ രത്നമഞ്ജരി. ഓക്കെയാണല്ലോ. ഫസ്റ്റ് കൃതി ഏതായിരുന്നു? ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട്. ഫസ്റ്റ് കൃതിയാണ് ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട്. ഓക്കെ. പിന്നെ 2 മഞ്ജരികൾ എന്ന് പറയുന്നത് നവമഞ്ജരിയും ജനനി നവ രത്നമഞ്ജരി. ഓക്കെയാണല്ലോ. ഇനി അദ്ദേഹത്തിന്റെ പ്രധാനമായിട്ടും വരുന്ന 3 ദർശനങ്ങൾ കേട്ടോ. ദർശനങ്ങളാണ്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ദർശനമാല, ശ്രീകൃഷ്ണ ദർശനം, ജ്ഞാന ദർശനം. ഇതാരുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത്? ക്വസ്റ്റ്യൻ ചോദിക്കാം. ആരുമായിട്ടാണ്? ശ്രീനാരായണ ഗുരു അല്ലെ. ദർശനമാല, ശ്രീകൃഷ്ണ ദർശനം, ജ്ഞാന ദർശനം. 3 ദർശനങ്ങളും ശ്രീനാരായണ ഗുരുവായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാനപ്പെട്ട 2 കൃതികളാണ് കേട്ടോ. അദ്വൈത ദീപിക, വേദാന്ത സൂത്രം. വേദാന്ത സൂത്രം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എല്ലാ പരീക്ഷയ്ക്കും ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വേദാന്ത സൂത്രം ആരുടെയാണ്? ശ്രീനാരായണ ഗുരു. അദ്വൈത ദീപിക ശ്രീനാരായണ ഗുരു. ഓക്കെ. ഇനി ഈഴവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്നതാണ് മിതവാദി. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മിതവാദിനെ പറ്റി? ഈഴവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്നതാണ് മിതവാദി. ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്നത് ഏതാണ്? വിവേകോദയം. പത്രത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, അവരുടെ എഡിഷനൊക്കെ. ബൈബിള് മിതവാദി, ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്നത് വിവേകോദയം. ഓക്കെയാണല്ലോ. എല്ലാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഇത്. ഇനി കുറച്ച്
കൃതികൾ ഇതിന്റെ ഒപ്പം തന്നെ പറയണേ കേട്ടോ. ആനന്ദ സൂത്രം എന്നുള്ളത് ആരുടെയായിരുന്നു? ബ്രഹ്മാനന്ദ ശിവയോഗി. ആനന്ദ സൂത്രം എന്ന് പറഞ്ഞൊരു കൃതി ബ്രഹ്മാനന്ദ ശിവയോഗിയുടെയാണ്. അദ്വൈത ദർശനം ആരാണ്? ശങ്കരാചാര്യരുടെ ഒരു കൃതിയാണ് അദ്വൈത ദർശനം. അദ്വൈത ചിന്താ പദ്ധതി ആരാണ്? ചട്ടമ്പി സ്വാമികൾ. ചിന്ത ചട്ടമ്പി ഒക്കെയാണല്ലോ. ദർശനം ശങ്കരാചാര്യര്, ചിന്താ പദ്ധതി ചട്ടമ്പി സ്വാമികൾ. ഇനി ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച പത്രം എന്ന് പറയുന്നത് കേരള കൗമുദി കേട്ടോ. മാറിപ്പോകരുത് കേട്ടോ. ഫസ്റ്റത്തെ പത്രം ഏതാണ്? SNDPയുടെ ആദ്യ പത്രം സുജ നന്ദിനി. ഈഴവ ഗസറ്റ് വിവേകോദയം. ഇനി ഈഴവരുടെ ബൈബിള് മിതവാദി. ഇനി ഗുരുവിന്റെ ആശയങ്ങള് പ്രചരിപ്പിച്ച പത്രം കേരള കൗമുദി. 1911 അതിന്റെ എഡിറ്ററാണ് CV കുഞ്ഞിരാമൻ. ഓക്കെയാണല്ലോ. ഇത് നമ്മൾ പറയുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ തുടങ്ങുന്ന സംഘടനകൾ കേട്ടോ. അദ്ദേഹത്തിന്റെ പേരിൽ ഒത്തിരി സംഘടനകളൊക്കെ ഉണ്ട് അല്ലെ. അപ്പോ ഇതിൽ നിന്ന് എല്ലാത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. ഏതെങ്കിലും ഒരു സംഘടനയൊക്കെ ചോദിക്കാം. നമുക്ക് നോർമലി എല്ലാ PSC ഇതിലും ശ്രീനാരായണ ഗുരുവിന് വളരെ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നുണ്ട് ആ സെക്ഷന്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ നോക്കുക SNDP, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ എന്താ വാവുട്ടി യോഗം എന്നൊക്കെ പറഞ്ഞില്ലേ. ആദ്യം അറിയപ്പെടുന്നത് വാവുട്ടി യോഗം. എന്താണ് നിലവിൽ വന്നത്? 1903 SNDP നിലവിൽ വന്നത്. ഇനി എന്താണ് SNDP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം. 1903 മെയ് 15 നിലവിൽ വന്നത്. ഓക്കെ, ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം 1903 മെയ് 15 നിലവിൽ വന്നു. ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലാണ് ആസ്ഥാനം. സ്ഥാപകൻ ആരാണ്? ശ്രീനാരായണ ഗുരു. അതിന്റെ വൈസ് പ്രസിഡന്റ് ആരായിരുന്നു? ഡോക്ടർ പൽപ്പു ആയിരുന്നു വൈസ് പ്രസിഡന്റ്. സെക്രട്ടറി ആരായിരുന്നു? കുമാരനാശാൻ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കുമാരനാശാൻ എടുത്തപ്പോൾ. ഇനി ആജീവനാന്ത പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരു തന്നെയാണ്. ഇനി രണ്ടാമത്തെ പ്രസിഡന്റ് മാധവൻ വൈദ്യരായിരുന്നു. സെക്രട്ടറി N കൃഷ്ണൻ. അവരുടെ മുഖപത്രം SNDPയുടെ പത്രമാണ് വിവേകോദയം. 1904 1903 SNDP നിലവിൽ വന്നത്. ശേഷം പിറ്റേ വർഷമാണ് അവർ പത്രം ഇറക്കുന്നത് വിവേകോദയം കേട്ടോ. വിവേകോദയത്തിന്റെ സ്ഥാപകനാണ് കുമാരനാശാൻ. വിവേകോദയത്തിന്റെ സ്ഥാപകൻ കുമാരൻ ആശാൻ. ഇനി ഫസ്റ്റ് പത്രാധിപൻ എന്ന് പറയുന്നത് M ഗോവിന്ദനാണ് ആദ്യത്തെ പത്രാധിപൻ കേട്ടോ. ഈ വിവേകോദയം ഇന്നറിയപ്പെടുന്ന പേര് യോഗനാഥം. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് നമ്മൾ പറഞ്ഞു SNDPയുടെ മുൻഗാമി അല്ലെങ്കിൽ ആദ്യം അറിയപ്പെടുന്നത് വാവുട്ടി യോഗം. 1898 വാവുട്ടി യോഗം. ഇനി SNDP സ്ഥാപിക്കാൻ ശ്രീനാരായണ ഗുരുവിനെ പ്രേരിപ്പിച്ച വ്യക്തി ആരാണ്? ഡോക്ടർ പൽപ്പു. ഡോക്ടർ പൽപ്പു ആണ് എന്താണ് SNDP സ്ഥാപിക്കാനായിട്ട് ശ്രീനാരായണ ഗുരുവിനെ പ്രേരിപ്പിച്ചത്. ഇത്രയും കാര്യങ്ങളാണ് SNDPയിൽ വരുന്നത്. അതിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയ സ്ക്രീനിൽ തന്നെ ഒന്ന് വായിച്ചു നോക്കട്ടോ. ഒരു സെക്കൻഡ് ഒന്ന് വായിച്ചു നോക്കട്ടോ SNDP. ഓക്കെ അല്ലേ SNDP? സെക്കൻഡ് നമുക്ക് നോക്കാം. ശ്രീനാരായണ സേവാ ആശ്രമം. അദ്ദേഹം സ്ഥാപിച്ച കുറച്ച് സംഘടനകളാണ് കേട്ടോ. ഏതെങ്കിലും ഇതൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് എല്ലാം ഒന്ന് ഉൾക്കൊള്ളിച്ച് പറയുന്നത് കേട്ടോ. ശ്രീനാരായണ സേവാ ആശ്രമം എന്നാണ് നിലവിൽ വന്നത്? 1916. ഇനി എവിടെയായിരുന്നു? തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്താണ് നിലവിൽ വന്നത്. സ്ഥാപകൻ ആരാണ്? ശ്രീനാരായണ ഗുരു. അത്ര മാത്രമേ ഇതിനെപ്പറ്റി പറയുന്നുള്ളൂ കേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കാം. ശ്രീനാരായണ ഗുരുകുലം. ഗുരുകുലം കേട്ടോ. 1923 ശ്രീനാരായണ ഗുരുകുലം സ്ഥാപിതം ആയത്. ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഊട്ടിയിലെ നീലഗിരിയിലാണ് ആസ്ഥാനം. ഇത് സ്ഥാപിച്ചത് നടരാജഗുരു. നടരാജഗുരു എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്
സ്ഥാപിച്ചത്. ശ്രീനാരായണ ഗുരുവിന്റെ പേരിലുള്ള ഒരു ഗുരുകുലമാണ് കേട്ടോ. ഇനി നാലാമതായിട്ട് പറയുന്നത് ശ്രീനാരായണ ധർമ്മസംഘം, SDS നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, SDS കേട്ടോ. ശ്രീനാരായണ ധർമ്മസംഘം ആസ്ഥാനം ശിവഗിരിയിലായിരുന്നു. സ്ഥാപകനാരാണ്? ശ്രീനാരായണ ഗുരു. ഇനി അതിന്റെ ഫസ്റ്റ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? ബോധാനന്ദൻ അല്ലെ. പ്രസിഡന്റ് ആരാണ്? ബോധാനന്ദൻ. സെക്രട്ടറി എന്ന് പറഞ്ഞാല് ധർമ്മതീർത്ഥൻ. പേരുകൾ ഇത്തിരി കൺഫ്യൂഷൻ ഇട്ട് കുഴപ്പമില്ല, പഠിച്ചു പോവാട്ടോ. അഞ്ചാമതായിട്ട് പറയുന്നത് ശ്രീനാരായണ വിദ്യാലയം കേട്ടോ. 1931 ശ്രീനാരായണ വിദ്യാലയം സ്ഥാപിതമായത്. ഇത് സ്ഥാപിച്ചത് എവിടെയാണ്? പയ്യന്നൂർ ആണ്. പയ്യന്നൂർ കോളേജിലെ പയ്യന്നൂർ. ഇനി സ്ഥാപകൻ ആനന്ദതീർത്ഥൻ. ശ്രീനാരായണ വിദ്യാലയം സ്ഥാപിച്ചത് ആനന്ദതീർത്ഥൻ 1931 കേട്ടോ. ഇനി ശ്രീനാരായണ ട്രസ്റ്റ്, SN ട്രസ്റ്റ് കേട്ടോ. SN ട്രസ്റ്റ് നിലവിൽ വന്നത് 1952 കൊല്ലം ജില്ലയിൽ തന്നെയാണ് സ്ഥാപിതമായത്. സ്ഥാപകനാരായിരുന്നു R. ശങ്കർ ആയിരുന്നു സ്ഥാപകൻ. ഇത് ഇമ്പോർട്ടന്റ് ആണ്, കുറച്ച് ഒന്ന് പഠിക്കാം. ശ്രീനാരായണ ട്രസ്റ്റ് 1952 ട്രസ്റ്റിലോട്ട് കയറാനായിട്ടുള്ള ഒരു എന്താ പറയാ പ്രായപരിധി ഒരു 52 വയസ്സാണെന്ന് അങ്ങോട്ട് വിചാരിക്കുക. ഒരു കോഡ് ഇടാം, 52 വയസ്സ് വരെ ട്രസ്റ്റില് അഡ്മിഷൻ എടുക്കുള്ളൂ. അങ്ങനെ ഒരു കോഡ് ഇടാം കേട്ടോ. അപ്പൊ ശ്രീനാരായണ ട്രസ്റ്റ് എന്നാണ് 1952. ഇനി ശ്രീനാരായണ സേവിക സമാജം 1964. സേവിക സമാജം, സ്ഥാപകനാരാണ്? സഹോദരൻ അയ്യപ്പൻ. ആലുവയിലെ തോട്ടുമുഖത്താണ് അത് സ്ഥാപിച്ചത് കേട്ടോ. സേവിക സമാജം, സഹോദരൻ അയ്യപ്പൻ. ഇനി ശ്രീനാരായണ താന്ത്രിക വിദ്യാപീഠം. അപ്പൊ ആരുമായിട്ടാണ് താന്ത്രിക വിദ്യാപീഠം റിലേറ്റഡ് ആയിട്ടുള്ളത്? ശ്രീനാരായണ ഗുരു അല്ലെ. അപ്പൊ അങ്ങനെ ചോദിക്കാം ക്വസ്റ്റ്യൻസ് കേട്ടോ. അതിന്റെ സ്ഥാപകൻ ആരാണെന്ന്? പറവൂർ ശ്രീധരൻ തമ്പി. താന്ത്രിക വിദ്യാപീഠം. ഓക്കെ. ഇനി ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി നിലവിൽ വന്നത് എന്താണെന്ന് കേട്ടോ. ഇത് കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ജനറൽ ആണ്. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി നിലവിൽ വന്നത് 2020 ഒക്ടോബർ 2 ആണ് കേട്ടോ. കോഡാണ് 2020 ഒക്ടോബർ 2. ഒക്ടോബർ വീണ്ടും ഒരു 0 ആലോചിക്കാം. 2020 ഒക്ടോബർ 2 ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി നിലവിൽ വന്നതാണ് 2020 ഒക്ടോബർ 2. കൊല്ലം ജില്ലയിലെ കുരിപ്പുഴയിലാണ് കേട്ടോ ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റി നിലവിൽ വന്നത്. കേരളത്തിലെ ഫസ്റ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് അറിയപ്പെടുന്നതാണ് ഈ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി കേട്ടോ. കേരളത്തിലെ ഫസ്റ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് അറിയപ്പെടുന്നത് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഇനി അവിടുത്തെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് എന്ന് അറിയപ്പെടുന്നത് മുബാറക് പാഷയാണ് വൈസ് പ്രസിഡന്റ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ജനറൽ ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ഫസ്റ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റി 2020 ഒക്ടോബർ 2 നിലവിൽ വന്നു. കൊല്ലം ജില്ലയിലെ കുരിപ്പുഴയിലാണ് അത് നിലവിൽ വന്നത്. ഇനി കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇയറുകളാണ് കേട്ടോ പറയുന്നത്. 1888 ലക്കി നമ്പറാണ്. 888 ഓർത്തിരിക്കാവുന്ന കേട്ടോ. അരുവിപ്പുറം ശിവലിംഗ പ്രതിഷ്ഠ ശ്രീനാരായണ ഗുരുവുമായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു കാര്യമാണ് അരുവിപ്പുറ പ്രതിഷ്ഠ അല്ലെ. അതെന്താണ് 1888 ലക്കി നമ്പറാണ്. 888 ആലോചിക്കുക, അരുവിപ്പുറം. ഇനി 1898 എന്നാണ് വാവുട്ട് യോഗം. 1898 1913 അദ്വൈതാശ്രമം, ആലുവയില അദ്വൈതാശ്രമം അദ്ദേഹം സ്ഥാപിച്ചത്. ഓം സഹോദര്യം സർവത്ര എന്നാണ് അതിന്റെ ഒരു അർത്ഥം. ഇതുപോലെ അവർ ആശ്രമത്തിൽ എഴുതിയിരിക്കുന്നത്. ഇനി 1924 സർവമത സമ്മേളനം സമ്മേളിക്കുന്നത്. ഇനി ഈ സർവമത സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞത് കേട്ടോ. നോക്കി,
ഞാൻ വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ഞാൻ വന്നത് വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും വേണ്ടിയിട്ടാണ്. ഏത് സമ്മേളനത്തിൽ വെച്ചാണെന്ന് ചോദിക്കോട്ടാ. സർവമത സമ്മേളനം ആരുമായിട്ട് കണക്റ്റഡ് ആണ്? ശ്രീനാരായണ ഗുരു. 1924 സർവമത സമ്മേളനം വരുന്നത് കേട്ടോ. അന്തഗജന്യായം സർവമത സമ്മേളനത്തിൽ തന്നെ പറഞ്ഞൊരു കാര്യമാണ് ഈ അന്തഗജന്യായം കേട്ടോ. നോക്കാം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നുള്ള ഒരു കോട്ട് പറഞ്ഞില്ലേ ശ്രീനാരായണ ഗുരു? ഇതും സർവമത സമ്മേളനത്തിൽ വെച്ചാണ് കേട്ടോ. ഇപ്പൊ സർവമത സമ്മേളനം എന്ന് പറയുന്ന ഒരു ഓളായിട്ട് മെയിൻ ആയിട്ട് അദ്ദേഹം കുറെ കാര്യങ്ങളൊക്കെ ആ ഒരു സമ്മേളനത്തിലാണ് പറഞ്ഞത് കേട്ടോ. എന്നാണ് ഡേറ്റ്? 1924. സർവമത സമ്മേളനം ഇമ്പോർട്ടന്റ് ആണ്, ഇയർ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 1924 സർവമത സമ്മേളനം. 888 ഏതാണ്? അരുവിപ്പുറം. ഇനി ശ്രീനാരായണ ഗുരു 1918 അദ്ദേഹത്തിന്റെ സിലോൺ യാത്ര. ആദ്യമായിട്ട് അദ്ദേഹം ഒരു വിദേശയാത്ര നടത്തിയത് ഈ 1918 സിലോൺ യാത്രയാണ്. കാവി വസ്ത്രം ആദ്യം അണിഞ്ഞത് ഈ ഒരു യാത്രയിലാണ് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. അതായത് ഫസ്റ്റത്തെ ഒരു വിദേശയാത്ര നടത്തിയത് 1918 കാവി വസ്ത്രം അന്നാണ് അദ്ദേഹം ആദ്യമായിട്ട് ധരിക്കുന്നത്. സിലോൺ യാത്ര കേട്ടോ, 1918. ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ കണ്ണാടി പ്രതിഷ്ഠകൾ. അതായത് അദ്ദേഹത്തിന്റെ കുറച്ച് പ്രതിഷ്ഠകൾ എന്തൊക്കെയാണെന്നാണ് കേട്ടോ നോക്കുന്നത്. നോക്കാം. കോഡ് ഉണ്ട് കേട്ടോ. അതിന്റെ ഒരു കോഡ് പോലെയാണ്. ചെറുതായിട്ടൊന്ന് ഈ പേരുകൾ നോക്കാം. കളവൻ കോട്. ഇത് കോഡല്ല കേട്ടോ പറയുന്നത്. കണ്ണാടി പ്രതിഷ്ഠകൾ എവിടെയൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. നോക്കാം. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് കണ്ണാടി പ്രതിഷ്ഠ എന്ന് പറയുന്നത് കളവൻ കോടാണ് കേട്ടോ. കളവൻ കോടാണ് ഫസ്റ്റ് കണ്ണാടി പ്രതിഷ്ഠ അദ്ദേഹത്തിന്റെ. വെച്ചൂർ ഉള്ളല്ല, അത് രണ്ടാമത്തെ ഒരു സ്ഥലമാണ്. രണ്ടാമത്തത് കാരമുക്ക്, ഗുരുവിന്റെ കെടാവിളക്ക്. അദ്ദേഹത്തിന്റെ ഒരു കെടാവിളക്ക് പ്രതിഷ്ഠ സ്ഥിതി ചെയ്യുന്നത് കാരമുക്കിലാണ്. ഇനി മുരിക്കുംപുഴയിലാണ് സത്യം, ദയ, ധർമ്മ, ശാന്തി എന്നിങ്ങനെ ആലേഖനം ചെയ്തിരിക്കുന്നത് മുരിക്കുംപുഴയില്. ഓക്കെ ആണല്ലോ. 4 എണ്ണമാണ്. കളവൻകോട്, വെച്ചൂർ, കാരമുക്ക്, മുരിക്കുംപുഴ. ഫസ്റ്റ് കണ്ണാടി പ്രതിഷ്ഠ എവിടെയാണ്? കളവൻകോട്. കാരമുക്കിൽ എന്താണ്? കെടാവിളക്ക് കാരമുക്കില്. മുരിക്കുംപുഴയില് സത്യം, ദയ, ധർമ്മ, ശാന്തി എന്നിങ്ങനെ ആലേഖനം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ചെറിയൊരു കോഡ് പോലെ നമുക്ക് ചെയ്യുന്നതേ കോഡാണ് കേട്ടോ. ഈ 4 സ്ഥലങ്ങളുടെ ഒരു കോഡ് പോലെ പറയുന്നത്. കിളവന്റെ വെച്ചൂർ പശുവിനെ കെട്ടിയത് കാരമുക്കിലെ മുരിക്കിലാണ്. പേരൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പെട്ടെന്ന് കിട്ടാത്തവരാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ 4 എണ്ണം കട്ട് ചെയ്ത് പഠിക്കാം. കളവൻകോട്. വെച്ചൂർ പശുവിനെ കെട്ടിയത് എവിടെയാണ്? കാരമുക്കിലെ മുരിക്കില്. കാരമുക്ക് എവിടെയാണ്? കെടാവിളക്ക് എവിടെയാണ്? കാരമുക്കില്. മുരിക്കിലാണ്. മുരിക്കുംപുഴയിൽ എന്താണ്? സത്യം, ദയ, ധർമ്മം, ശാന്തി എന്നിങ്ങനെയൊക്കെ ആലേഖനം ചെയ്തേക്കുന്നത് മുരിക്കുംപുഴയിലാണ്. ക്ലിയർ ആയല്ല? കളവൻകോട്, വെച്ചൂർ, കാരമുക്ക്, മുരിക്കുംപുഴ ഒക്കെ ആണല്ലോ. ഇനി ഈ ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ സുബ്രഹ്മണ്യ പ്രതിഷ്ഠ വക്കം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ് കേട്ടോ. വക്കം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ് ഫസ്റ്റ് സുബ്രഹ്മണ്യ പ്രതിഷ്ഠ. ഫസ്റ്റ് കണ്ണാടി പ്രതിഷ്ഠ എവിടെയാണ്? കളവൻകോട്. കെടാവിളക്കോ? കാരമുക്ക്. സത്യന്തയ മുരിക്കുംപുഴ. ക്ലിയർ ചെയ്ത് പഠിക്കാം. അദ്ദേഹം ജനിച്ചത് 1856 ഓഗസ്റ്റ് 20 കേട്ടോ ജനനം. ചെമ്പഴന്തിയിലാണ് ജനനം. അറിയാലോ നമുക്ക്. വയൽവാരം എന്നായിരുന്നു വീട്ടുപേര്. പിന്നെ സമാധി ആയത് 1928 കന്നി 5 സെപ്റ്റംബർ 20 കേട്ടോ. ഇനി അദ്ദേഹം തപാൽ സ്റ്റാമ്പിൽ വന്നത് എന്നാണ്? 1967 ശ്രീനാരായണ ഗുരു തപാൽ സ്റ്റാമ്പില് വന്നത്. ഓക്കെയാണല്ലോ. 67. ചട്ടമ്പി സ്വാമി എന്തായിരുന്നു? 1914. പിന്നെ നമ്മള് അത് കഴിഞ്ഞിട്ട് പറഞ്ഞായിരുന്നല്ലോ 1914. കുമാരനാശാൻ എന്താണ് സ്റ്റാമ്പിൽ വന്നത്? കുമാരനാശാൻ 1973. 73. ഓക്കെ. അപ്പൊ ക്ലാസ് കേൾക്കുന്നുണ്ട്, ഓർമ്മയൊക്കെ ഉണ്ട് അല്ലെ? ശ്രീനാരായണ ഗുരു വന്നത് എന്താണ്?
ഇപ്പൊ പറഞ്ഞത് മറന്നുപോയാ? 1967 മാറിപ്പോവരുത് കേട്ടോ, കൺഫ്യൂഷൻ ആവരുത്. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ് ഈ സ്റ്റാമ്പിൽ വന്ന കാര്യമേ. നമുക്കത് കൂടുതൽ കൺഫ്യൂഷൻ ആക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. നമുക്ക് എന്താണ് ഇയർ ഒന്നും മനസ്സിലാവുന്നില്ല, ഇയർ പെട്ടെന്ന് ക്ലിയർ ആവില്ല. ചട്ടമ്പിസ്വാമി 2014 സ്റ്റാമ്പിൽ വന്നത്. നമുക്ക് കമന്റുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഓരോന്നും. ഓക്കെ, ഇത്രയും ശ്രീനാരായണ ഗുരുവിന്റെ കർണാടക പ്രതിഷ്ഠകൾ, ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളും അല്ലെങ്കിൽ നവോത്ഥാന കൃതികളായിട്ട് വരുന്ന ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, ഇത് നിങ്ങളുടെ കയ്യില് എല്ലാവരുടെ കയ്യിൽ നോട്ട്സ് ഉണ്ടോ? നോട്ട്ബുക്ക് എന്തെങ്കിലും കയ്യിലുണ്ടോ ഇപ്പോ? ഉണ്ടോ? ഓക്കെ, കുറച്ച് ജനറൽ ആയിട്ടുള്ള ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് തരാം. നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാമോ എല്ലാവരും? പേനയും ബുക്ക് കയ്യിലുണ്ടോ അടുത്ത് തന്നെ എല്ലാവരുടെയും? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യട്ടെ, ഞാൻ പറയട്ടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഞാൻ പറയുമ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യനും ആൻസേഴ്സും ഞാൻ പറയാം, നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് കേട്ടോ. കോമൺ ആയിട്ട് കുറച്ച് ചോദിച്ച് കണ്ടേക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, അപ്പൊ അതൊന്ന് എഴുതിയെടുക്ക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ, എഴുതിക്കോ. കേരളത്തിലെ ആദ്യത്തെ ബീച്ച് ഇക്കോ ടൂറിസം കേന്ദ്രമായി മാറുന്നത് എവിടെയാണ്? ബീച്ച് ഇക്കോ ടൂറിസം കേട്ടോ, കേരളത്തിലെ ഫസ്റ്റ് ബീച്ച് ഇക്കോ ടൂറിസം. കറണ്ട് അഫയേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ അത്. ആർക്കെങ്കിലും ആൻസർ അറിയാമോ? ഒന്ന് കമന്റ് ചെയ്യാമോ ആൻസർ? ട്രൈ ചെയ്ത് നോക്കിയൊന്ന്. കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ അത്. കറണ്ട് അഫയേഴ്സിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം കേട്ടോ. അറിയില്ല? ഓക്കെ, അതെ, അരുൺ രാജു കമന്റ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് ആൻസർ ആണ് പുന്നപ്ര. പുന്നപ്രയാണ് ബീച്ച് ഇക്കോ ടൂറിസമായിട്ട് ഇക്കോ ടൂറിസം കേന്ദ്രമായിട്ട് മാറാൻ പോകുന്നത്. ഓക്കെ, പുന്നപ്ര ആൻസർ പുന്നപ്ര കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയാണ്, ലോക ഹൃദയ ദിനം. ലോക ഹൃദയ ദിനം അറിയോ? കമന്റ് ചെയ്യാമോ? സെപ്റ്റംബർ 29. എന്താ? സെപ്റ്റംബർ 29. ഓക്കെ, സെപ്റ്റംബർ 29 ആണ് ആൻസർ. ഇനി സെപ്റ്റംബർ 29 ആണ് ലോക ഹൃദയ ദിനം. 2023 ലോക ഹൃദയ ദിനത്തിന്റെ പ്രമേയം എന്താണ് അറിയോ? പ്രമേയം ഈ ഇയറിനേലും കൂടുതലേ പ്രമേയങ്ങളായിരിക്കും എടുത്ത് ചോദിക്കുന്നത് കേട്ടോ. അറിയാമോ? ആരെങ്കിലും പറയാമോ? കഴിഞ്ഞ വർഷത്തെ, അതായത് 2023 ലോക ഹൃദയ ദിനത്തിന്റെ പ്രമേയം. ഓക്കെ, എഴുതിയെടുത്തോട്ടോ. ഹൃദയം ഉപയോഗിക്കുക, ഹൃദയം അറിയുക. അതാണ് ഈ 2023 പ്രമേയം എന്ന് പറയുന്നത് കേട്ടോ. ഹൃദയം ഉപയോഗിക്കുക, ഹൃദയം അറിയുക. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞോട്ടെ. ഇന്ത്യയിൽ ആദ്യ ലൈറ്റ് ഹൗസ് ഫെസ്റ്റിവൽ വേദിയാകുന്നത് എവിടെയാണെന്ന്? ഇന്ത്യയിൽ ആദ്യത്തെ ലൈറ്റ് ഹൗസ് ഫെസ്റ്റിവൽ വേദിയാകുന്നത്. കമന്റ് ചെയ്യാമോ ആൻസർ ആരെങ്കിലും? ലൈറ്റ് ഫെസ്റ്റിവൽ കേട്ടോ, ഫസ്റ്റ് ആദ്യ ലൈറ്റ് ഫെസ്റ്റിവൽ എവിടെയാണത്? ഇന്ത്യയില്. കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ. ഈ കഴിഞ്ഞ ഏതോ ഒരു എക്സാമിന് ചോദിച്ചായിരുന്നു, ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ ഏതോ ഒരു എക്സാമിന് ഉണ്ടായിരുന്നു എന്തായാലും. അസം അല്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. നിങ്ങൾ കമന്റ് ചെയ്യുക ജസ്റ്റ്, ചിലപ്പോ നമുക്ക് ശരിയായിരിക്കാം. മുംബൈ അല്ലാലോ.
ഓക്കെ, ആൻസർ ഗോവ. ഗോവയാണ് കേട്ടോ ആൻസർ. ഗോവ. ഇക്കഴിഞ്ഞ ഏതോ ഒരു എക്സാമിന് ഈ ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടായിരുന്നു. പ്രിലിമിനറിയിലാണോ എന്ന് അറിയില്ല, ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു കേട്ടോ. കറണ്ട് അഫെയർ ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ആരാണെന്ന്? കേരളത്തിലെ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ആരാണെന്ന് അറിയോ? ഒരു സ്ത്രീയാണ് കേട്ടോ. ആർ ബിന്ദു ആണോ? ആ ഓക്കെ, ആര്യ അല്ലേ? ഓക്കെ, ആർ ബിന്ദു ആണ് ആൻസർ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടാ. ഏത് എക്സാമിനും നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇതൊക്കെ. ആർ ബിന്ദു ഇനിഷ്യലി കറക്റ്റ് ആയിട്ട് പഠിക്കണം കേട്ടോ. കാരണം പല ഇനിഷ്യലിട്ട് നമുക്ക് തരും. ചിലപ്പോ ബിന്ദു തന്നെ തരും, പക്ഷെ പല ഇനിഷ്യലായിരിക്കും. അപ്പൊ നമുക്ക് മൊത്തത്തിലൊരു കൺഫ്യൂഷൻ വരും. കറക്റ്റ് ആയിട്ട് തന്നെ പേരുകൾ ഇനിഷ്യൽ അടക്കം എന്ത് ചെയ്യാം, കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു പോവാ കേട്ടോ. ആർ ബിന്ദു. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിത. കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിത. കമന്റ് ചെയ്യാമോ ഉത്തരം? കേന്ദ്ര മന്ത്രിയായിട്ടുള്ള ഫസ്റ്റത്തെ വനിത ആരാണ്? ആർക്കറിയില്ല? വിദേശകാര്യമന്ത്രി ആരാണെന്ന് അറിയാമോ? ഇപ്പോഴത്തെ വിദേശകാര്യമന്ത്രി ആ ഒരു വ്യക്തി തന്നെയാണ് കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിത എന്നും അറിയപ്പെടുന്നത്. വിദേശകാര്യമന്ത്രി, കേന്ദ്ര മന്ത്രിയായ ആദ്യ മലയാളി വനിത. അറിയില്ല ആർക്കും? ലക്ഷ്മി. പറഞ്ഞോളൂ, പറഞ്ഞോ. തന്നെയാ പറഞ്ഞോ. മേനോൻ. ലക്ഷ്മി എം മേനോൻ കേട്ടോ. വിദേശമന്ത്രിയുമാണ്, കേന്ദ്രമന്ത്രിയായിട്ടുള്ള ആദ്യത്തെ മലയാളി വനിത എന്ന് കൂടിയാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ലക്ഷ്മി എം മേനോൻ. ഇനിഷ്യലൊക്കെ നല്ലപോലെ കറക്റ്റ് ആയിട്ട് തന്നെ എഴുതി വെക്കാം കേട്ടോ. ലക്ഷ്മി എം മേനോൻ. ഓക്കെ ആണല്ലോ. ഇനി JC ഡാനിയൽ അവാർഡ്. നമ്മൾ സിനിമയിലൊക്കെ അവാർഡുകൾ കൊടുക്കാറില്ലേ? അവാർഡ് ഫംഗ്ഷൻ ഒക്കെ കാണില്ലേ? അപ്പൊ അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് JC ഡാനിയലിന്റെ അവാർഡ് കൊടുക്കുന്നത് അല്ലെ. ഈ JC ഡാനിയൽ അവാർഡ് തുക എത്രയാണ്? ഇങ്ങനെയുള്ള ഈ അവാർഡ് തുകകള് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ച് ചോദിച്ചു വരുന്നുണ്ട് കേട്ടോ PSC ഇങ്ങനെ. അവാർഡ് തുകകൾ ഇതൊക്കെ നമ്മൾ ചിലപ്പോ ഒട്ടും നോക്കാണ്ട് പോകുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും അല്ലെ. JC ഡാനിയൽ അവാർഡ് തുക എത്രയാണ്? കമന്റ് ഇട്ടേ വേഗം. ഗസ്റ്റ് ചെയ്ത് നോക്ക്. അറിയില്ല ആർക്കും? ഓക്കെ, JC ഡാനിയൽ അവാർഡ് തുക എന്ന് പറഞ്ഞാല് 5 ലക്ഷം രൂപ, 5 lakh ആണ് കേട്ടോ. 5 ലക്ഷം രൂപയാണ് JC ഡാനിയൽ അവാർഡ് തുക എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അച്ഛൻ എന്ന നാടകം രചിച്ചത് ആര്? അച്ഛൻ എന്ന നാടകത്തിന്റെ രചയിതാവ് ആര്? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അച്ഛൻ അറിയോ ആർക്കെങ്കിലും? ആർക്കറിയില്ല അച്ഛൻ എന്ന നാടകം? ഇല്ല മിസ്സേ. ആരാ? ധന്യ പറഞ്ഞോ, ട്രൈ ചെയ്ത് നോക്ക്. കേട്ടിട്ടില്ല. കേട്ടിട്ടില്ല. ഓക്കെ, അച്ഛൻ എന്ന നാടകം രചിച്ചത് SK പൊറ്റക്കാട് കേട്ടോ. SK പൊറ്റക്കാടാണ്. ഇത് നോർമലി ജനറൽ ആയിട്ട് കുറച്ച് PSC ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതാണ് നിങ്ങൾക്ക് ഒന്ന് എഴുതിയെടുക്കാൻ ഞാൻ പറഞ്ഞത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞോട്ടെ, എളുപ്പമായിരിക്കും. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു കുറച്ച് 2 കഥാപാത്രങ്ങളാണ്. അത് ഏത് നോവലാണെന്ന് പറയാനാണ് കേട്ടോ. നോക്കി, ലക്ഷ്മി, കല്യാണി, പപ്പു. ഏത് നോവലാണ്? ഓർമ്മയുണ്ടോ? ഓടയിൽ നിന്ന്. ഓടയിൽ നിന്ന്. ഓക്കെ, എല്ലാവർക്കും അറിയാം അല്ലെ. ഇത് എഴുതിയത് ആരാണ്? ഓടയിൽ നിന്ന് പി. കേശവദേവ്. കേശവദേവ്.
പി കേശവദേവ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അത്. ലക്ഷ്മി കല്യാണി. നമ്മൾക്ക് ഇങ്ങനെ എന്താ പറയാ നോവലുകളിലെ ഓരോ വ്യക്തികളെ തന്നിട്ടേ ആ നോവൽ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വരാറുണ്ടല്ലോ PSC-ക്ക്. അപ്പൊ അതൊക്കെ ഒന്ന് കുറച്ച് നോവലുകളൊക്കെ അങ്ങനെ ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി തരാം. മകരന്ത് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ മകരന്ത് എന്ന തൂലികാനാമം ഏത് കവിയുമായിട്ട് അല്ലെങ്കിൽ ഏത് മഹാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? മകരന്ത് അറിയോ ആർക്കെങ്കിലും? മകരന്ത് എപ്പോഴും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടത്. ട്രൈ ചെയ്ത് നോക്കി ആരെങ്കിലും? മകരന്ത് ആർക്കറിയില്ല? ഓക്കെ, ആൻസർ മദൻ മോഹൻ മാളവ്യ. മകരന്ത്, മദൻ, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്തിട്ടൊക്കെ നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. മദൻ മോഹൻ മാളവ്യ. മകരന്ത് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നതാണ് മദൻ മോഹൻ മാളവ്യ. ഓക്കെ ആണല്ലോ. ഇത്രയും കുറച്ച് ക്വസ്റ്റ്യൻ ഞാൻ നോക്കിയിട്ടുള്ളൂ, ജനറൽ ആയിട്ടും അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് നിന്നൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നമ്മൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. ഓക്കെ, എടുത്തത് അല്ലെ. ശ്രീനാരായണ ഗുരുവിന്റെ കുറച്ച് കൃതികൾ നമ്മൾ നോക്കിയായിരുന്നു. കുമാരനാശാനെ പറ്റി നോക്കി. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച കുറച്ച് സംഘടനകളെ പറ്റി നമ്മൾ നോക്കിയായിരുന്നു. പിന്നെ കുറച്ച് എന്താ പറയാ കറണ്ട് അഫയേഴ്സ് നോക്കിയായിരുന്നു. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നല്ല പോലെ ഇത് തന്നെ ഇത് പഠിക്കാം കേട്ടോ. നിങ്ങൾക്ക് കൂടുതലായിട്ട് വേറെ നോട്ട്സ് കിട്ടുവാണെങ്കിൽ അങ്ങനെ ആ നോട്ട്സ് വെച്ച് പഠിക്കാം. പിന്നെ ഈ ഒരു ചെറിയൊരു നോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിന്റഡ് എടുത്ത് നിങ്ങൾക്ക് അത് പഠിക്കാം, നിങ്ങളുടെ ഇഷ്ടം പോലെ കേട്ടോ, ഓരോരുത്തരുടെയും. നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓരോ ക്ലാസ്സിലും നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്തൊക്കെ കറക്റ്റ് ആയിട്ട് വെക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായോ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് മിസ്. ഓക്കെ, പെട്ടെന്നൊരു എന്താ പറയാ പെട്ടെന്നൊരു എടുത്തതാണ്, നമ്മൾ പ്രതീക്ഷിക്കാണ്ട് അങ്ങനെ ഒരു, അതുകൊണ്ടാണ് നോട്ട് അത്ര പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിച്ചില്ല. ഓക്കെ, അപ്പൊ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ടീച്ചർ എടുക്കാം. ബാക്കി കുറച്ച് പോർഷൻസ് ഒക്കെ നിങ്ങളെ ഓരോ ദിവസത്തെ കറണ്ട് അഫയേഴ്സ് അന്ന് തന്നെ നോക്കി പോകണം കേട്ടോ. ചിലപ്പോൾ നമുക്ക് എല്ലാം ഇങ്ങനെ നോക്കുമ്പോൾ കറണ്ട് അഫയേഴ്സ് ഓർമ്മ വരില്ല. പക്ഷെ എന്ത് ചെയ്യാ, വായിച്ചെങ്കിലും ഒന്ന് വിടുക കേട്ടോ ഓരോ ദിവസത്തെ. നിങ്ങൾ ടെലഗ്രാമിലും അങ്ങനെയുള്ള കറണ്ട് അഫയേഴ്സ് കാര്യങ്ങളൊക്കെ വരാറില്ലേ കൂടുതലായിട്ട്? അല്ലെങ്കിൽ ഡെയിലി ന്യൂസ് പേപ്പർ ഒക്കെ നോക്കുക, അതൊക്കെ ഒന്ന് വായിക്കാം കേട്ടോ. എന്താണ്, അപ്പൊ നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പൊ അതൊക്കെ ഒന്ന് വായിച്ചെങ്കിലും വെക്കുക. അപ്പൊ നമുക്ക് അറ്റ്ലീസ്റ്റ് ഓപ്ഷൻസ് എങ്കിലും കാണുമ്പോൾ എന്തെങ്കിലും ഒരു ഐഡിയ ഒക്കെ ഒന്ന് കുത്താനായിട്ട് തോന്നും അല്ലെ. ഒന്നും അറിയാത്ത ഒരവസ്ഥയിലാണ് നല്ലത് ജസ്റ്റ് വായിച്ചു വിടുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.
ഏ ഏയ് ഓർമ്മ തന്നിട്ടുണ്ടാവില്ല ഒരു വർത്താനം വന്ന് കജി വിട്ടാണ് എവിടെ പോയത് അപ്പൂട്ടൻ്റെ കൂടെ അവിടെ പോയിട്ടുണ്ട് വാട്സാപ്പിലുണ്ടോ പറയുന്നു 77 36 57 31 20 വെറുതെ ഞാൻ പേര് കണ്ണ് കുത്തിച്ച് തോളിട്ട് എന്തിട്ടാ കുത്തില്ല
സ്ഥലം മിനിറ്റ് മതി. എന്താ അവിടെ കുറച്ച് ഇട്ടതാ അവിടെ അനക്കെന്താ ചോറുണ്ടാലേ കുട്ടികൾ അതിൻ്റെ തിന്നിട്ട് ഒരു കാര്യമില്ല. ഇനി പോ മതി. ഷെഡിട്ട് ശീലമില്ലല്ലോ എന്തെങ്കിലും. ലോക പരിസ്ഥിതിന്റെ പ്രമേയം 2024 ലോക പരിസ്ഥിതിന്റെ പ്രമേയം ലാൻഡ് റീസ്റ്റോർ